അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ദാസൻ്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രയേൽ മക്കൾ മിസ്രയീമ്യരുടെ ദേവന്മാരെയും ദേവികളെയും ആരാധിച്ചു വന്നു. മിസ്രയീമ്യരുടെ അടിമവേലയിൽ നിന്നും ദൈവം ജനത്തെ വിടുവിക്കുമ്പോൾ മോശെ മുഖാന്തരം കർത്താവ് ജനത്തോട് അരുളി ചെയ്തത്, നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത് എന്നാണ്. അതായത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം ആരാണോ അതായിരിക്കട്ടെ നിങ്ങളുടെ ദൈവം എന്ന് സാരം. ദൈവമെന്നു പേരുള്ള അനേകർ ഭൂമിയിലുണ്ടെങ്കിലും അവർക്ക് ദൈവത്തിനുള്ള സ്നേഹവും കരുണയും സഹായിപ്പാനുള്ള കഴിവും മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കുവാനുള്ള കഴിവും രോഗികളെ സൗഖ്യമാക്കുവാനോ സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുവാനോ മനുഷ്യവർഗത്തിന് ആവശ്യമായ ഉപദേശം കൊടുക്കുവാനോ ഉള്ള കഴിവും തമ്മിൽ സ്നേഹിക്കണമെന്ന് ഉപദേശിക്കുവാനുള്ള കഴിവും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനുള്ള കഴിവും ഇല്ലാത്തവരാണ്. ആകയാൽ ഈ കഴിവുകൾ ഉണ്ടെന്ന് തെളിയിച്ച എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നതായിരുന്നു ദൈവത്തിൻ്റെ വ്യവസ്ഥ. മരുഭൂമിയിൽ എത്തിച്ചേർന്ന ജനം മിസ്രയീമ്യരുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് യോശുവ 24-ാം അധ്യായം 23-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായിപ്പിൻ. യോശുവ 24-ാം അധ്യായം 23-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം വ്യക്തമാക്കുന്നത് ജനത്തിൻ്റെ ഇടയിൽ അന്യദൈവങ്ങൾ യോശുവയുടെ കാലത്തും ഉണ്ടായിരുന്നു എന്നാണ്. തന്നെയുമല്ല, കനാൻ ദേശത്ത് നിങ്ങൾ എത്തിച്ചേർന്നാൽ അവിടെയുള്ള ജാതികളെ നിങ്ങൾ നീക്കിക്കളയണം. ഇല്ല എങ്കിൽ നിങ്ങൾ അവരുടെ മ്ലേച്ഛതകൾ പഠിക്കുകയും അവർ എന്നോട് ദ്രോഹം ചെയ്തതുപോലെ നിങ്ങൾ എന്നോട് ദ്രോഹം ചെയ്യുകയും ഞാൻ അവരെ ദേശത്തു നിന്നും നീക്കിക്കളഞ്ഞതുപോലെ നിങ്ങളെയും ദേശത്തു നിന്ന് നീക്കിക്കളയേണ്ടി വരികയും ചെയ്യും. ഇതായിരുന്നു മോശയിൽ കൂടി യഹോവ ജനത്തോട് അരുളി ചെയ്തത്. ജനം ദൈവത്തെ അനുസരിച്ചില്ല എന്ന് തന്നെയല്ല, മഹാമ്ലേച്ഛത പ്രവർത്തിക്കുന്ന ജനത്തെ അവരുടെ ഇടയിൽ നിന്നും നീക്കിക്കളയാതെ അവർ ചെയ്യുന്ന മ്ലേച്ഛതകൾ ഇവരും ചെയ്യുവാൻ തുടങ്ങി. പാപത്തിനെതിരെ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് ജനത്തെ ബോധവൽക്കരിക്കുവാൻ ശ്രമിച്ചെങ്കിലും ജനം പ്രവാചകന്മാരെ കൊല്ലുകയും ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇസ്രയേൽ ദേശത്ത് ശേഷിപ്പിച്ചിരുന്ന മഹാമ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന അന്യജാതിക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്നും അനേകം പ്രവാചകന്മാർ എഴുന്നേറ്റു. അവർ അവരുടെ മ്ലേച്ഛതകൾ അംഗീകരിക്കുന്ന സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്ത ദൈവങ്ങളുടെ ആത്മാവ് കൊണ്ട് യഹോവയുടെ ആത്മാവിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ പ്രവചനത്തിനെതിരെ പ്രവചിക്കുവാൻ തുടങ്ങി. ദൈവാത്മാവ് പാപത്തിനെതിരെ പാപം ചെയ്യുന്നവരോട് പ്രവചിക്കുമ്പോൾ ആ വ്യക്തികളോട് സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്ത ദൈവങ്ങളുടെ ആത്മാവിൽ പ്രവചിക്കുന്നവർ പറയും, നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ് എന്ന്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവ മിസ്രയീമിൽ നിന്നും ഇസ്രയേൽ ജനത്തെ വിട്ടയച്ച കർത്താവ് പറയുകയാണ്, ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ദാസൻ്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു എന്നും യഹോവ അരുളി ചെയ്തു. യഹോവയുടെ പ്രവാചകന്മാർ ആയിരുന്നാലും താൻ പാപം ചെയ്താണ് പ്രവചിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ സാത്താൻ ആ വ്യക്തിയെ ഉപയോഗിക്കുവാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ നടത്തുന്ന പല പ്രവചനങ്ങളും ഒത്തുവരാത്തത്. ദൈവം നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും, നല്ല ഭാവി തരും എന്ന് പറയുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ്റെ ആവശ്യമില്ല. കാരണം അതെല്ലാം ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നാം ബൈബിൾ വായിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, എല്ലാ നന്മകൾക്കും ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ദൈവവചനം നാം അനുസരിക്കണം എന്നതാണ് ആ വ്യവസ്ഥ. ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ
സമ്പൽ സമൃദ്ധി ലഭിക്കും എന്നല്ല അതിനർത്ഥം. ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ലഭിക്കും എന്നാണ് അതിനർത്ഥം കൊടുക്കേണ്ടത്. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീതിമാന്റെ സന്തതി കോടീശ്വരനാകുമെന്നോ ധാരാളം സ്ഥലത്തിൻ്റെ ഉടമയാകുമെന്നോ അല്ല. പിന്നെയോ, നീതിമാന്റെ സന്തതി ദൈവത്തെ അറിയുന്നവനും പാപത്തിൽ വീഴാതെ സൂക്ഷിച്ച് ജീവിക്കുന്നവനും മ്ലേച്ഛതകൾ വെറുക്കുന്നവനും തൻ്റെ നാളുകൾ എണ്ണുവാൻ പഠിച്ചവനും ദൈവഭയമുള്ളവനുമായിരിക്കുമെന്നാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ നന്മയും കരുണയും അവൻ്റെ ജീവിതകാലം വരെ, ജീവിതാന്ത്യം വരെ അവനെ പിന്തുടരും. അവൻ അതിലേക്ക് നോക്കി ജീവിതം നശിപ്പിക്കുകയില്ല. അവൻ്റെ നോട്ടം എപ്പോഴും അവനെ നീതിമാർഗത്തിൽ നടത്തുന്ന യഹോവയുടെ മുഖത്തേക്ക് മാത്രമായിരിക്കും. ദാവീദ് തൻ്റെ മകനായ ശലോമോനെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്ക് ഞാനിവിടെ പ്രസ്താവിക്കാം. എൻ്റെ മകനായ ശലോമോനെ, നീ നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുക. ഇതായിരുന്നു ദാവീദ് ശലോമോന് കൊടുത്ത ഏറ്റവും നല്ല ഉപദേശം. കോടികൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിനേക്കാൾ മക്കൾ ദൈവത്തെ അറിയുന്നവരായി ജീവിക്കുന്നതാണ് നല്ലത്. ശലോമോൻ തൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുവാൻ താമസിച്ചു പോയി. അതിനാൽ താൻ വലിയ പാപത്തിൽ വീഴേണ്ടി വന്നു. ഏലിയാവ് സരാഫത്തിലെ വിധവയോട് പറഞ്ഞു, ആദ്യം എനിക്ക് ഒരു ചെറിയ അട ഉണ്ടാക്കി തരിക, പിന്നെ നീയും നിൻ്റെ മകനും ഉണ്ടാക്കി കഴിച്ചുകൊള്ളുക. നിൻ്റെ കലത്തിലെ മാവും നിൻ്റെ ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോവുകയില്ല. യഹോവയുടെ ദാസനായ ഏലിയാവിൻ്റെ വാക്കുകളാണത്. ദൈവം തൻ്റെ ദാസൻ്റെ വാക്കുകൾ പോലെ തന്നെ നിവർത്തിച്ചു. കാരണം ദൈവമാണ് ഏലിയാവിനെ സാരാഫത്തിലേക്ക് അയച്ചത്. തൻ്റെ മകനെ ദൈവം മാനിച്ചു. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. കർത്താവ് അതുപോലെ തന്നെ ചെയ്തു. മഴ പെയ്യിച്ചില്ല. ഏലിയാവ് കർമ്മേലിൽ യാഗപീഠം ഉണ്ടാക്കി യാഗമൃഗത്തെ പീഠത്തിന്മേൽ അടുക്കി വെച്ചു പ്രാർത്ഥിച്ചു, യഹോവയെ ഉത്തരമരുളണമേ എന്ന്. ദൈവം കർമ്മേലിൽ ഏലിയാവിൻ്റെ യാഗത്തെ ദഹിപ്പിച്ചു. കാരണം തന്നെ അനുസരിക്കുന്ന തൻ്റെ ദാസനാണ് ഏലിയാവ്. തൻ്റെ ദാസൻ്റെ വാക്ക് നിവർത്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവത്തെ അനുസരിച്ചാൽ അനേകം വ്യക്തികളുടെ വിടുതലിന് ഏലിയാവിനെ ഉപയോഗിച്ച കർത്താവ് നമ്മെയും ഉപയോഗിക്കും. അനേകരുടെ വിടുതലിന് നമ്മെയും ഉപയോഗിക്കും. നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി ഭാരപ്പെടാതെ എഴുന്നേറ്റ് നമ്മുടെ പ്രശ്നപരിഹാരകനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവനെ അവകാശികളായി തീരുക. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വേദനയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേദനയിൽ നിന്നും മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.